പുഴ മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് വീണ് ഒരു തൊഴിലാളി മരിച്ചു. അച്ചൻകോവിലാറിൽ കാണാതായ ഹരിപ്പാട് സ്വദേശി ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഒരാളെ രക്ഷപ്പെടുത്തി. മറ്റൊരാൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ചെന്നിത്തല ചെട്ടികുളങ്ങര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നു വീണത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, 3 മണിയോടെയാണ് ഈ അപകട വാർത്ത പുറത്തു വന്നത്. അവിടെ പാലം തകർന്നു വീണാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. അതിൽ ഒരു മരണമുണ്ടായിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നു. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഒരാൾക്കുള്ള തിരച്ചിൽ ഇപ്പോൾ അവിടെ നടക്കുകയാണോ? അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഏറെ നാളുകളെ പാലം പണി നടക്കുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണ് ഈ പാലം പണിയുന്നത്. ചെന്നിത്തല പഞ്ചായത്തിനെയും ഒപ്പം ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലമാണ് പ്രദേശത്തെ. ആ പാലമാണ് ഇന്ന് അതിൻ്റെ നിർമ്മാണ ജോലികൾക്കിടെ അതിൻ്റെ ഗർഡർ ഇടിഞ്ഞു വീണ് അപകടമുണ്ടാകുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് 7 പേർ ഈ ഗർഡറിൽ ഉണ്ടായിരുന്നു, ഈ പാലത്തിലുണ്ടായിരുന്നു. 7 പേരിൽ 3 പേരാണ് ഈ പാലം ഇടിഞ്ഞു വീണ് താഴെ ഈ അച്ചൻകോവിലാറ്റിലേക്ക് വീണത്. അതിൽ ഒരാൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്, ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഈ 2 പേരെയാണ്. അത് ഒന്ന് മാവേലിക്കര സ്വദേശി രാഘവ്, മറ്റൊന്ന് ഹരിപ്പാട് സ്വദേശി ബിനു. ഈ ബിനുവിൻ്റെ മൃതദേഹമാണ് അല്പസമയം മുമ്പ് ഈ തെരച്ചിലിനിടെ കണ്ടെത്തിയത്. രാഘവന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ആരോപണം ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരടക്കം നടത്തിയതാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ അവിടെ രൂപീകരിക്കുകയും ചെയ്തതാണ്. അവരടക്കം പാലം നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയത വലിയ തോതിൽ ഉയർത്തിക്കാണിക്കുകയും പരാതി ഔദ്യോഗികമായി നൽകുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും അതിന് പിന്നാലെ തന്നെ ഈ വലിയ അപകടമുണ്ടായി. 2 പേരെ കാണാതായി. അതിലൊരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം ഈ കഴിഞ്ഞ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തുണ്ട്. സജി ചെറിയാൻ നൽകുന്ന ഒരു വിശദീകരണം, അതിശക്തമായ അടിയൊഴുക്ക് അച്ചൻകോവിലാറ്റിൽ ഉണ്ടായിരുന്നു. ഈ അടിയൊഴുക്കിൻ്റെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന ഗർഡറിൻ്റെ തൂണുകൾ അത് ബലക്ഷയം അങ്ങനെ ഉണ്ടായി. അങ്ങനെയാണ് ഈ പാലം തകർന്നു വീഴുന്നത് എന്നുള്ളതാണ് സജി ചെറിയാൻ നൽകുന്ന പ്രാഥമിക വിശദീകരണം. അതാണോ പാലം നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ ഈ ശക്തമായ അടിയൊഴുക്കിൽ ഏതെങ്കിലും മരം പോലെയുള്ള വലിയ വസ്തുക്കൾ അടിയിലൂടെ വന്ന പാലത്തിൻ്റെ തൂണിലിടിച്ച് അങ്ങനെ തകർന്നതാണോ എന്നടക്കമുള്ള സംശയങ്ങളും മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ട്. എന്തായാലും എന്താണ് ഉണ്ടായത് എന്നുള്ളത് വിശദമായ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താനാവുകയുള്ളൂ. എന്തായാലും 2 ചെറുപ്പക്കാരാണ് മരിച്ചത് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഇതിൽ ഈ രാഘവന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. 2 പേരും ദൂരേക്ക് ഒഴുകിപ്പോകുന്ന കണ്ട നാട്ടുകാരുണ്ട്. അവരുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പം മാറി നടത്തിയ തെരച്ചിലിൽ ഈ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും രാഘവന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രജി. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്.